ലോകത്തെ വമ്പൻ രാജ്യങ്ങൾ ഏതാണ് എന്ന ചോദ്യത്തിന് ഇപ്പോൾ മാധ്യമങ്ങൾ പുതിയ ഒരു ഉത്തരം നൽകുന്നു. അതായത് ജിയോ പൊളിറ്റിക്സിൽ മാറി വരുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് ലോകത്തെ ഒന്നാമത്തെ രാജ്യം റഷ്യയും രണ്ടാമത്തെ രാജ്യം ഇന്ത്യയുമായി മാറുന്നു. അതായത് മിസൈൽ ടെക്നോളജിയിൽ ഉൾപ്പെടെ വലിയ വികസനങ്ങൾ കാഴ്ചവെക്കുന്ന ഒന്നാമത്തെ രാജ്യം റഷ്യയാണ്. മാത്രമല്ല തന്ത്രപരമായിട്ടാണ് അവർ നിലപാടുകൾ സ്വീകരിക്കുന്നത്. അപ്പോൾ അമേരിക്കയും ചൈനയും എന്ത് ചെയ്തു? അമേരിക്ക ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ ഇടപെടുകയും ഇറാന് നേരെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ 24 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും ഡൊണാൾഡ് ട്രംപ് നിലപാട് മാറ്റി ഇസ്രായേൽ പോലും അറിയാതെ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ അമേരിക്കയ്ക്ക് അവിടെ എവിടെയോ ഒരു ഭയം വന്നു. എന്തുകൊണ്ട്? അമേരിക്കയുടെ ഗൾഫ് രാജ്യങ്ങളിലെ എയർബേസുകൾക്ക് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടു. ഇനി പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാൻ എല്ലാ സഹായവും ചൈന നൽകുമെന്നാണ് കരുതിയത്. ചൈനയുടെ പ്രതിരോധ സംവിധാനങ്ങൾ വ്യോമ മേഖലയിൽ ഉൾപ്പെടെ നൽകിയിരുന്നു, ആയുധങ്ങൾ നൽകിയിരുന്നു, അതുപോലെ ഡ്രോണുകൾ നൽകിയിരുന്നു. ഇതിനെല്ലാം നമ്മൾ പൂർണ്ണമായും തകർത്തു. അതോടുകൂടി ചൈന നേരിട്ടൊരു സഹായം പാകിസ്ഥാന് നൽകിയില്ല, പകരം ഒന്ന് പിൻവലിഞ്ഞു നിന്നും. ഇവിടെയാണ് ഇന്ത്യയുടെ ശക്തി നമ്മൾ നോക്കേണ്ടത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷമുണ്ടായപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി 4 ദിവസം കൊണ്ട് പാകിസ്ഥാനെ നമ്മൾ നിലംപരിശാക്കി. അവരുടെ ആക്രമണങ്ങളെ പൊതുവെ നമ്മൾ പ്രതിരോധിക്കുക ചെയ്ത ഡ്രോണുകളെ, മിസൈലുകളെ, മറ്റ് ആക്രമണ രീതികളെല്ലാം തകർത്തു. അതിനുശേഷം നമ്മളൊരു അറ്റാക്ക് നടത്തിയപ്പോൾ 9 ആർമിയുടെ ബേസ് കേന്ദ്രങ്ങൾ, അതായത് എയർഫോഴ്സിൻ്റെ കേന്ദ്രങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കി. പിന്നീട് അമേരിക്കയുടെ കൈവശമുള്ള ഒരു എയർബേസിനും അവരുടെ വിമാനങ്ങൾക്കും ഉൾപ്പെടെ നമ്മൾ കേടുപാടുകൾ വരുത്തി. അതോടുകൂടിയാണ് ഇന്ത്യക്ക് ഒരു ഭയവുമില്ല, ഇന്ത്യ ഭയങ്കര അജയ്യ ശക്തിയായി മാറുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ വന്നത്. ഇപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ ഇന്ത്യയെ വീണ്ടും അംഗീകരിക്കാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ചൈനയിൽ ഈ വർഷം ഷാങ്ഹായ് ഉച്ചകോടി നടക്കാനിരിക്കുകയാണ്. അതായത് ഷാങ്ഹായ് ഓർഗനൈസേഷൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന ഈ സബ്മിറ്റിൽ പങ്കെടുക്കാനായിട്ട് ഇന്ത്യ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും റഷ്യയുടെ അല്ലെങ്കിൽ ചൈനയുടെയൊക്കെ താഴെ നമ്മൾ നിൽക്കുമെന്നാണ് കരുതിയത്. സ്വാഭാവികമായിട്ടും പാകിസ്ഥാനുമുണ്ട്. അപ്പം ഇതിൽ പ്രതിരോധ മന്ത്രിമാരുടെ യോഗമാണ് നടന്നത്. ഈ യോഗത്തിൽ വെച്ച് എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്തു. അതിനുശേഷം ഒരു സംയുക്ത പ്രസ്താവന ഇറക്കണം എല്ലാ രാജ്യങ്ങളും ചേർന്ന്. അങ്ങനെ പ്രസ്താവന ഇറക്കി അത് ഒപ്പിടാൻ വേണ്ടി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പേനയെടുത്ത് ഇങ്ങനെ ഇരുന്നിട്ട് ഇത് വായിച്ചു നോക്കിയപ്പോൾ പഹൽഗാം സംഭവവുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള ഒരു അതിനെ അപലപിച്ചെന്നോ അല്ലെങ്കിൽ അത് തെറ്റായിപ്പോയെന്നോ എന്നുള്ള ഒരു പരാമർശം പോലും ഈ പ്രസ്താവനയിലില്ല. മറിച്ച് ബലൂജ് മേഖലയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് അതിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. അപ്പോൾ രാജ്നാഥ് സിംഗ് ചോദിച്ചു, അതെന്താ ഇങ്ങനെ ഒരു നിലപാട്? അപ്പോൾ തീവ്രവാദത്തിനെതിരെ ഇന്ത്യക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട്, അപ്പോൾ തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഇന്ത്യക്കും സപ്പോർട്ട് വേണ്ടേ? അതൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇതിൽ ഒപ്പിടുന്നില്ല. ലോക രാജ്യങ്ങൾ ഞെട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏഷ്യൻ രാജ്യങ്ങളിലെ മാധ്യമങ്ങളിൽ വരാവുന്ന ഒരു ചെറിയ വാർത്തയെ ലോക മാധ്യമങ്ങളുടെ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്ന നിലപാടാണ് രാജ്നാഥ് സിംഗ് സ്വീകരിച്ചത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ഒരു പൊതു സബ്മിറ്റിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ ശക്തമായ നിലപാട് അറിയിച്ച് ആ സബ്മിറ്റിനെതിരെ ധീരമായി പോരാടുന്ന ഒരു കാഴ്ച അതാണ് കണ്ടത്. അപ്പോൾ ഇന്ത്യക്കാരെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം. ഇത്രയും ഒരു നിലപാട് സ്വീകരിക്കുമെന്ന് ആരും ചിന്തിച്ചില്ല. അപ്പോൾ ലോക മാധ്യമങ്ങളെല്ലാം തന്നെ ഇത് വലുതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യയുടെ ഒരു നിലപാട് ശക്തമായി പോയി, അതുകൊണ്ട് സംയുക്ത പ്രസ്താവന ഇറക്കാൻ കഴിഞ്ഞില്ല. ഇതിന് ഏതാനും നാളുകൾക്ക് മുമ്പാണ് നമ്മുടെ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈന സന്ദർശിച്ചു. ഈ ഷാങ്ഹായ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. അവിടെ ചെന്നപ്പോൾ ഇദ്ദേഹവുമായി മീറ്റിങ്ങിന് വന്നത് അവിടുത്തെ വിദേശകാര്യമന്ത്രിയാണ്. ആ വിദേശകാര്യമന്ത്രിയോട് പറയുകയാണ്, അതായത് ഭീകരവാദം, തീവ്രവാദം തുടങ്ങിയ കാര്യങ്ങളിൽ ചൈന പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ചില ഇരട്ടത്താപ്പുകൾ എടുക്കുന്നുണ്ട്, അത് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവിടം കൊണ്ട് തീരാതെ നമ്മുടെ പ്രതിരോധ മന്ത്രിയും ഇത്തരം ഒരു നിലപാട് സ്വീകരിച്ചപ്പോഴാണ് ഇവർ പറയുന്നത് നമ്മൾ ഇന്ത്യയെ കരുതുന്നത് പോലെയല്ല, അവർ ഒരു വൻ ശക്തിയാണ്. കാരണം എന്താ? നമ്മളുടെ മിസൈൽ, അതായത് നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്ന മിസൈലുകളുണ്ട്, തദ്ദേശീയമായി നിർമ്മിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ എത്രത്തോളം കരുത്തുറ്റതാണ്. ഒരു കാലത്ത് റഷ്യയിൽ നിന്നും ഫ്രാൻസിൽ നിന്നും US-ൽ നിന്നുമൊക്കെയാണ് നമ്മൾ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്തതെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ആയുധങ്ങൾ ഫ്രാൻസും റഷ്യയും ഒക്കെ വന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഡിഫൻസ് മേഖലയിൽ നമ്മൾ എത്രത്തോളം ശക്തമാണെന്ന് ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധമുണ്ടായ സമയത്ത് ഇറാൻ അയച്ച മിസൈലുകളെ പ്രതിരോധിക്കാൻ പലപ്പോഴും ഇസ്രായേലിന് സാധിച്ചില്ല. എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം,
താഡ്, അതുപോലെ തന്നെ ഡേവിഡ് സ്ലിംഗ്, ഇതിനൊക്കെ തന്നെ പരാജയപ്പെടുത്തി ഇറാന് ലക്ഷ്യത്തിലേക്ക് ആക്രമണം നടത്താൻ സാധിച്ചു. എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷമുണ്ടായപ്പോൾ ചൈനീസ് അതുപോലെ തുർക്കി ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ നടത്തിയ ആക്രമണത്തെ നമ്മുടെ തദ്ദേശീയമായി നിർമ്മിച്ച ആകാശ് ഉൾപ്പെടെയുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ കൊണ്ട് തകർത്ത് തരിപ്പണമാക്കി. S-400 നമുക്കുണ്ടായിരുന്നു, അത് 7-8 തവണ മാത്രമേ ചാർജ് ചെയ്തുള്ളൂ, കാരണം അത്ര എക്സ്പെൻസീവാണ്. അതുപോലും വേണ്ടി വരാതെ നമ്മൾ അത് തടഞ്ഞു നിർത്തി. അതിനുശേഷം നമ്മളുടെ ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് അറ്റാക്ക് നടത്തുന്നു, ബ്രഹ്മോസ് മിസൈലുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ തദ്ദേശീയമായി നിർമ്മിച്ച അല്ലെ വികസിപ്പിച്ചെടുത്ത ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള മിസൈലുകളെ പ്രതിരോധിക്കാൻ ഇന്ന് ലോകത്താർക്കും കഴിയുന്നില്ല. അപ്പോൾ എല്ലായ്പ്പോഴും റഷ്യ അമേരിക്കൻ പ്രസിഡന്റ് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് തന്നെ ഈ നമുക്കറിയാം ഉക്രൈൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയൊക്കെ ചീത്ത വിളിപ്പിച്ച കാര്യം. അങ്ങനെ തന്ത്രപരമായ നിലപാടാണ് വ്ളാഡിമിർ പുടിൻ സ്വീകരിക്കുന്നത്. അതേ നിലപാടാണ് ഇന്ത്യയുടേതും. ഇന്ത്യ ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ നല്ല പ്രതിരോധം തീർക്കുകയും അവസരം കിട്ടുമ്പോൾ ശക്തമായ തിരിച്ചടി നൽകുകയും ചെയ്യും. അപ്പം അമേരിക്കയുടെ ചൈനയുടെയൊക്കെ പ്രതിരോധ സംവിധാനങ്ങളെക്കാൾ മികച്ചതാണ് ഇന്ത്യയുടേതെന്ന് ലോക മാധ്യമങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ നമുക്ക് സാധിച്ചു. ആയുധത്തിൻ്റെ കാര്യത്തിൽ, ടെക്നോളജിയുടെ കാര്യത്തിൽ, സാങ്കേതിക വൈദഗ്ധ്യത്തിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ നമ്മൾ ലോകരാജ്യങ്ങളോട് കിടപിടിക്കുന്ന രീതിയിൽ എത്തിയിരിക്കുകയാണ്. തദ്ദേശീയമായ ആയുധ നിർമ്മാണം, ഇൻഫ്രാസ്ട്രക്ചർ, അതുപോലെ തന്നെ റോക്കറ്റ് സിസ്റ്റം, ഇതൊക്കെ തന്നെ അമേരിക്കയ്ക്കും ചൈനയ്ക്കും മുകളിലേക്ക് നമ്മൾ എത്തി അല്ലെ വളർച്ച നേടി എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇപ്പോൾ ക്വാണ്ടം ടെക്നോളജി വലിയ വളർച്ച നേടിക്കൊണ്ടിരിക്കുകയാണ്. AI അധിഷ്ഠിതമായ, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് ചേർന്നുകൊണ്ട് ഡ്രോണുകൾ ഡെവലപ്പ് ചെയ്യുന്നു, അത് അറ്റാക്കിങ്ങിന് ഉപയോഗിക്കുന്നു. ഇനി 5G 6G തുടങ്ങിയ മേഖലയിലുള്ള വളർച്ച, അങ്ങനെ എല്ലാ മേഖലയിലും നമ്മൾ വളർച്ച നേടുന്നത് കൊണ്ടാണ് ഇന്ത്യ റഷ്യയുടെ തൊട്ടു പിന്നിലായിട്ട് വലിയൊരു ശക്തിയായി വളർന്നുവെന്ന് മാധ്യമങ്ങൾ പറയുന്നത്. ഇതിന് മറ്റൊരു കാര്യം കൂടിയുണ്ട്. കാരണം ഓരോ രാജ്യത്തിൻ്റെയും വളർച്ചയ്ക്ക് ഉതകുന്ന പിന്തുണയേകുന്നത് അവിടെ സുസ്ഥിരമായ ഭരണം ഉണ്ടാകുന്നതിലൂടെയാണ്. അതായത് കഴിഞ്ഞ 25 വർഷത്തോളമായി ഇന്ത്യയിൽ ഒരു സുസ്ഥിരമായ ഭരണം നിലനിൽക്കുന്നുണ്ട്. നമുക്കറിയാം 1999 വാജ്പേയി സർക്കാർ വരുന്നു, പിന്നീട് അതിനുശേഷം മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ UPA സർക്കാർ, അത് 2 ടേം വരുന്നു. അതിനുശേഷം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ NDA സർക്കാർ വരുന്നു, അവരും 2 ടേം പൂർത്തിയാക്കി, ഇത് 3ാമത്തെ ടേമിലേക്ക് കടക്കുന്നു. അങ്ങനെ ഇത്രയും വർഷം കൃത്യമായിട്ട് NDA UPA സർക്കാരുകളൊക്കെ ഭരിച്ച് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. കഴിഞ്ഞ 11 വർഷത്തെ കാര്യമെടുത്താൽ വ്യോമ പ്രതിരോധ മേഖലയിൽ, ഡിഫൻസ് മേഖലയിൽ, സൈനിക കാര്യങ്ങളിലൊക്കെ തന്നെ നമ്മൾ കൂടുതൽ നിക്ഷേപം നടത്തുന്നു, കൂടുതൽ ഗവേഷണം നടത്തുന്നു. നമ്മുടെ DRDO, ISRO, ഗവേഷകർ, ശാസ്ത്രജ്ഞർ, അതുപോലെ തന്നെ ആണവ മേഖലയിലുള്ള വിദഗ്ധർ, ഇവരൊക്കെ നടത്തുന്ന പര്യവേഷണങ്ങൾക്ക് വലിയ വിജയം കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. എല്ലാ പിന്തുണയും രാജ്യം നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പാകിസ്ഥാനെ പോലെയുള്ള രാജ്യങ്ങൾ അസ്ഥിരമാവുകയും അവർ സാമ്പത്തികമായി തകരുകയും ചെയ്യുമ്പോൾ ഇന്ത്യ വളർന്നു വരുന്നത്. അതുകൊണ്ടാണ് ഷാങ്ഹായ് ഉച്ചകോടി പോലെയുള്ള ഒരു സബ്മിറ്റിൽ ഇന്ത്യ പങ്കെടുക്കുകയും നമ്മുടെ പ്രതിഷേധം ആ വേദിയിൽ വെച്ച് പ്രകടിപ്പിക്കുകയും ചെയ്തത്. അപ്പോൾ ചൈനയെ പേടിച്ച് മറ്റ് രാജ്യങ്ങൾ ഈ പഹൽഗാമിൻ്റെ പ്രശ്നമൊക്കെ എന്താ ഉൾപ്പെടുത്താത്ത, ഇന്ത്യയെ ഒന്ന് സഹായിക്കേണ്ടതെന്നൊന്നും ചോദിക്കാൻ പറ്റുന്നില്ല. കാരണം ചൈനയുടെ സാമ്പത്തിക ശക്തി, സൈനിക ശക്തി, അപ്പോൾ അവരെ പേടിയാണ്. ഈ രീതിയിലാണെങ്കിൽ ഇന്ത്യയും ഇനി പേടിക്കണമെന്നാണ് നമ്മൾ അവിടെ വെച്ച് പറയുന്നത്. കാരണം ഇന്ത്യയും ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു. അതുകൊണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളും ഒരു വൻ ശക്തിയായിട്ട് മാറും. നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ ഒരു 20 വർഷക്കാലം കൊണ്ട് നമ്മൾ ലോകത്തെ വമ്പൻ ശക്തിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് ലോകമാധ്യമങ്ങൾ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്തുകൊണ്ട് നമ്മൾ നിലപാട് ഉറക്കെ പറഞ്ഞത്. ഇപ്പോൾ G20 ഉച്ചകോടി ഇന്ത്യയിൽ നടന്നിരുന്നു. അന്ന് ഇന്ത്യയിൽ നടന്നപ്പോൾ വ്ളാഡിമിർ പുടിൻ റഷ്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തില്ല, പകരം അവരുടെ വിദേശകാര്യ മന്ത്രി അയച്ചതും. എന്നിട്ട് അന്ന് ഈ റഷ്യയും അമേരിക്കയും തമ്മിൽ പ്രശ്നം, ചൈനയും ഇന്ത്യയും തമ്മിൽ പ്രശ്നം, പാകിസ്ഥാനുമായിട്ട് മറ്റ് ഇറാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ പ്രശ്നം, ഇതൊക്കെ നിലനിൽക്കുമ്പോഴും നമ്മൾ ഈ G20 ഉച്ചകോടി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു സംയുക്ത പ്രസ്താവന ഇറക്കി. കാരണം എന്താ? ഒരു സംയുക്ത പ്രസ്താവന ഇറക്കണമെങ്കിൽ തന്ത്രപരമായ നിലപാട് സ്വീകരിക്കണം. ഇത്തരത്തിലൊരു നിലപാട് ചൈനയ്ക്ക് സ്വീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഷീ ജിൻപിങ് നമ്മളെ എതിർത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ എന്ത് നിലപാട് സ്വീകരിക്കും, ഇന്ത്യ അവരെ എതിർക്കുമോ എന്നൊക്കെ ഒരു ഭയമുണ്ട്. കാരണം ഈ വർഷം അവിടെ ഉച്ചകോടി നടക്കാനിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യയെ പോലെ ഒരു വൻ ശക്തി അവിടെ നിന്ന് മാറി നിൽക്കുന്നത് ചൈനയെ ഭയപ്പെടുത്തുന്നു. ചുരുക്കം പറഞ്ഞാൽ ഒരു ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് പ്രതിരോധ മന്ത്രിമാർ മാത്രം പങ്കെടുക്കുന്ന ഒരു യോഗത്തെ ലോക മാധ്യമങ്ങൾക്കിടയിൽ വലിയ ചർച്ചാ വിഷയമാക്കാൻ ഇന്ത്യക്ക് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇന്ത്യ ക്രമാനുഗതമായ വളർച്ച കൈവരിച്ചുകൊണ്ടേയിരിക്കുന്നു. റഷ്യയെ പോലെ തന്ത്രപരമായ നിലപാട് നമ്മൾ സ്വീകരിക്കുന്നു. ട്രംപിനെ പോലെ അഴകുഴഞ്ചൻ രാഷ്ട്രീയമല്ല നമ്മൾ കളിക്കുന്നത്. ചൈനയെ പോലെ
പോലെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി മാത്രമുള്ള കള്ളക്കളികളല്ല നടത്തുന്നത്. നമ്മളുടെ നിലപാട് വളരെ കൃത്യമാണ്. നമ്മളൊരാളെ ആക്രമിക്കുകയാണെങ്കിലോ പ്രതിരോധിക്കുകയാണെങ്കിലോ കാര്യങ്ങൾ തെളിവ് സഹിതം ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ലോക രാജ്യങ്ങളെ ഞെട്ടിക്കുന്ന രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളുടെ ഡിഫൻസ് മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ, സൈനിക മേഖലയിൽ, സാമ്പത്തിക മേഖലയിലൊക്കെ തന്നെ വലിയ കുതിച്ചുചാട്ടം നടത്തുന്നു. എന്തിന്? ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറിയ നമ്മൾ ഈ രീതിയിൽ പോവുകയാണെങ്കിൽ 2 വർഷത്തിനുള്ളിൽ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറും. അപ്പോൾ സാമ്പത്തിക മേഖലയിൽ പിന്നെ റഷ്യയും ചൈനയും അമേരിക്കയും മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. അത്തരത്തിലുള്ള മികച്ച രീതിയിലാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ നമ്മുടെ ആകാശ് പോലെയുള്ള എയർ ഡിഫൻസ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം പുതുതായിട്ട് കുശ എന്ന് പറയുന്ന ഏറ്റവും അത്യന്താധുനികമായ ഒരു ഡിഫൻസ് സിസ്റ്റം നമ്മൾ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. അതായത് S-500 കിടപിടിക്കാവുന്ന രീതിയിൽ. അങ്ങനെ US നിർമ്മിത എയർക്രാഫ്റ്റുകളെ, ചൈനീസ് നിർമ്മിത എയർക്രാഫ്റ്റുകളെ, അത് തുർക്കിയുടെ ഡ്രോണുകളെ എല്ലാം തകർക്കാൻ കഴിയുന്ന ടെക്നോളജിയിൽ നമ്മൾ ഒരുപാട് വികസനം നേടിയിട്ടുണ്ട്, നമ്മൾ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇപ്പോൾ പറയുന്നത് ലോകത്തെ വമ്പൻ 2 ശക്തി എന്ന് പറയുന്നത് റഷ്യയും ഇന്ത്യയുമാണെന്ന്. കാരണം ഷാങ്ഹായ് ഉച്ചകോടിയിൽ പോയിട്ട് ഇതുപോലെ ഒരു നിലപാടെടുക്കുക എന്ന് പറയുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്തതാണ്. അപ്പം ഏത് മീറ്റിങ്ങിലായാലും ഏത് ഉച്ചകോടിയിലായാലും നമ്മൾ അതിനെ ബഹിഷ്കരിക്കുകയല്ല ചെയ്യുന്നത്, അതിൽ പങ്കെടുത്തുകൊണ്ട് തങ്ങളുടെ പ്രതിരോധം, തങ്ങളുടെ വിയോജിപ്പ് കൃത്യമായി രേഖപ്പെടുത്തുന്നു. അങ്ങനെ രേഖപ്പെടുത്തുന്നത് മൂലം ഒരു പക്ഷേ ആ ഉച്ചകോടിയുടെ സംയുക്ത പ്രസ്താവന പുറത്തിറക്കി വിജയകരമാണെന്ന് പറയുന്നതിന് പോലും ഇടങ്കോലിടുന്നു, അല്ലെങ്കിൽ അതിനെ തകർത്ത് കളയുന്നു. കാരണം നമ്മളുടെ നീക്കങ്ങളെ അംഗീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങളെയും അംഗീകരിക്കുന്നില്ല. സിമ്പിളാണ്. ആ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്കിനെ എങ്ങനെ നേരിടണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.